വിവാഹ തട്ടിപ്പ് പരാതിയിലെ അന്വേഷണം CPM ഇടപെട്ട് അട്ടിമറിച്ചതായി ആരോപണം. കോട്ടയം മീനടം സ്വദേശിനിയാണ് പോലീസിനും CPM-എതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്ത് വന്നത്. പാർട്ടി മീനടം ലോക്കൽ കമ്മിറ്റി അംഗം മേരി രവീന്ദ്രന്റെ മകൻ സുമേഷ് തട്ടിപ്പ് നടത്തിയെന്നാണ് പരാതി. CPM മീനടം ലോക്കൽ കമ്മിറ്റി അംഗം മേരി രാജേന്ദ്രന്റെ മകൻ സുമേഷും കോട്ടയം മീനടം സ്വദേശിനിയുമായുള്ള വിവാഹം നടന്നത് 2020 ഡിസംബർ 28-ന്. ജോലിയുടെ പേരിൽ വീട്ടിൽ നിന്ന് അകന്നു നിന്ന സുമേഷിനെ സംശയം തോന്നി ബന്ധുക്കൾ പിന്തുടരുകയായിരുന്നു. 2022 ഫെബ്രുവരിയിൽ സുമേഷ് മറ്റു പെൺകുട്ടിക്കൊപ്പം ജീവിക്കുന്നത് കണ്ടെത്തി. അയാൾക്ക് വേറൊരു ഭാര്യ ഉണ്ടെന്നാണ് അറിഞ്ഞത്. ആ ഭാര്യ അന്ന് പോയി കണ്ടപ്പോൾ ഫെബ്രുവരി 23 പോയി കണ്ടത്. ആ ഭാര്യ 7 മാസം പ്രഗ്നന്റ് എന്നാണ് അറിയുന്നത്. ഇയാൾ അവിടെ വാടകയ്ക്ക് ആ സ്ത്രീയെയും ആ സ്ത്രീയുടെ അമ്മയും കൂട്ടി ഒരുമിച്ച് താമസിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ ഇവര് ചോദിച്ചു, നിന്റെ കൂടെ താമസിക്കുന്ന ആരെന്ന് ചോദിച്ചപ്പോൾ എന്റെ ഭാര്യയാന്ന് പറഞ്ഞു. വന്നവരോട് പറഞ്ഞു. അപ്പം മറ്റൊരു മാറി നിൽക്കരുത്, എന്റെ ചേച്ചിയൊക്കെ മാറി നിൽക്കുകയാണ് ആദ്യം കാണാതെ. അപ്പോൾ ഭാര്യയാണ്. അപ്പോൾ അവർ ചോദിച്ചു, നിയമപരമായിട്ട് പാമ്പാടിയിൽ നിന്ന് ഒരു പെൺകുട്ടീനെ വിവാഹം കഴിച്ചിട്ടില്ലേ, അതാരാന്ന് ചോദിച്ചു. അന്നേരം മനസ്സിലായി എന്തോ ഒരു ഇതാണെന്ന് മനസ്സിലായി. പെട്ടെന്ന് പുറത്തുനിന്ന് സംസാരിക്കുമെന്ന് ചാടി ഇറങ്ങി. അവിടെ ഇറങ്ങി ചെല്ലുമ്പോഴാണ് എന്റെ ചേച്ചീനെയും ചേച്ചിയുടെ ഭർത്താവിനെയും കാണുന്നത്. തട്ടിപ്പ് മനസ്സിലായതോടെ പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസ് എടുത്തില്ല. തുടർന്ന് കോടതിയെ സമീപിച്ച് അന്വേഷണത്തിന് ഉത്തരവ് വാങ്ങി. കോടതിയുടെ നിർദ്ദേശമുണ്ടായിട്ടും പ്രാദേശിക CPM നേതൃത്വത്തിന്റെ ഇടപെടൽ വന്നതോടെ കേസ് അട്ടിമറിക്കപ്പെട്ടുവെന്ന് പെൺകുട്ടി ആരോപിക്കുന്നു. എനിക്ക് തോന്നുന്നു പോലീസ് കേസ് വൈകിപ്പിക്കാൻ താമസം പാർട്ടിയുടെ ഒരു കൈകടത്തൽ ഇതിൻ്റെ അകത്ത് കാണുമെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം ഇപ്പം ഇത്ര നാളുമായിട്ട് അയാൾ അറസ്റ്റ് ചെയ്യുമോ, ഈ അമ്മ എന്ന് പറയുന്ന വ്യക്തി 2ാം പ്രതിയാണ്. നമ്മൾ കേസ് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അയാളെയോ അവരുടെ അമ്മയോ ഇതുവരെയായിട്ടും പിടിക്കാൻ ശ്രമിച്ചിട്ടില്ല. സുമേഷിനെ കണ്ടെത്താനാകുന്നില്ല എന്നാണ് പാമ്പാടി പോലീസ് ഇരയ്ക്ക് നൽകിയ മറുപടി. എന്നാൽ നിരന്തരം പാർട്ടി അനുകൂല പോസ്റ്റുമായി സുമേഷ് ഫേസ്ബുക്കിലടക്കം സജീവമാണ്. വിവാഹ തട്ടിപ്പ് തെളിവുകൾ സഹിതം വ്യക്തമായി പുറത്തുവന്ന കേസിലാണ് പോലീസിന്റെ ഈ മെല്ലപ്പോക്ക്. CPM നേതാവിന്റെ മകനെന്ന ആനുകൂല്യം ഇരയ്ക്ക് നീതി നിഷേധിക്കുന്നതിന് കാരണമായി മാറാമോ? CPM ഭരിക്കുമ്പോൾ ഇതാണോ നീതി? ഇമ്മാനുവൽ തോമസിനൊപ്പം G. ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. വാർത്തയുടെ വിശദാംശങ്ങളുമായി G. ശ്രീജിത്ത് ഒപ്പം ചേരുന്നു. ശ്രീജിത്ത്, ആദ്യം പരാതിയെക്കുറിച്ച് വിശദമായി. കൃഷ്ണരാജ്, 2020 ഡിസംബർ 27-നായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത്. അന്ന് വിവാഹം നടന്നതിന് പിന്നാലെ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ സുമേഷ് ഈ പെൺകുട്ടിയുമായി അകലുന്നു. വിവാഹം കഴിച്ച പെൺകുട്ടിയുമായി അകലുന്നു. പിന്നീട് കോവിഡ് പ്രതിസന്ധി ഉള്ളപ്പോൾ ജോലിക്ക് എന്ന രീതിയിൽ വീട്ടിൽ നിന്ന് പതിവായി മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഒരു ബന്ധു പറഞ്ഞ ശേഷമാണ് ഈ സുമേഷ് മറ്റൊരു പെൺകുട്ടിയുമായി ജീവിക്കുന്നു എന്ന വിവരം കിട്ടുന്നത്. വടവാതൂരിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. അവിടെ ചില CPM പ്രാദേശിക നേതാക്കളുമായി ചെന്നാണ് ഈ ബന്ധുക്കൾ ഈ പെൺകുട്ടിയുടെ സഹോദരൻ ഉൾപ്പെടെയുള്ള സഹോദരി ഭർത്താവ് ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിയത്. അവിടെ മറ്റൊരാൾക്കൊപ്പം ജീവിക്കുന്നതായി കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് മണർകാട് പോലീസിൽ പരാതി നൽകി. പാമ്പാടി പോലീസിൽ പരാതി നൽകുന്നു. പോലീസ് കേസെടുത്തില്ല. തുടർന്ന് പാർട്ടി ഇടപെട്ട് മീനടം വെച്ച് ചർച്ച നടത്തുന്നു. അതിനുശേഷവും കേസുകളൊന്നും എടുക്കാതെ വന്നതോടെ ഇവർ കോടതിയെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് കോടതി ഉത്തരവ് പ്രകാരമാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. ഗുരുതരമായ വകുപ്പ്, വഞ്ചന അടക്കമുള്ള ജാമ്യം ലഭിക്കാത്ത 10 വർഷം തടവ് ലഭിക്കുന്ന അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പക്ഷേ ഈ കേസിൽ തുടർ നടപടി ഒന്നും ഉണ്ടായിട്ടില്ല. FIR ഇട്ട് എന്നല്ലാതെ 2 ആഴ്ച മുൻപ് ഈ പെൺകുട്ടിയെ വിളിച്ച് ഇയാളുടെ വീട്ടിലേക്കുള്ള വഴി ചോദിച്ചു. പക്ഷെ അവിടെ എത്തിയ ശേഷം ഇയാളെ കണ്ടെത്താനായില്ല എന്ന മറുപടിയാണ് പോലീസ് നൽകുന്നത്. പക്ഷേ ഈ സുമേഷ് നിരന്തരം ഫേസ്ബുക്കിൽ ഇടതനുകൂല CPM അനുകൂല പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെല്ലാം ഫേസ്ബുക്കിൽ സജീവമായ ഒരു വ്യക്തിയാണ് പോലീസിന് കണ്ടെത്താൻ കഴിയാത്തത്. ഈ പെൺകുട്ടി അടക്കമുള്ളവർ അവരുടെ കയ്യിൽ നിന്നും വാങ്ങിയ സ്വർണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് തന്നെയാണ് ശ്രീജിത്ത്. ഈ സമൂഹ മാധ്യമങ്ങളിൽ പാർട്ടിക്ക് വേണ്ടി പാർട്ടി പോസ്റ്റുകളുമായി സജീവമായ ഒരാൾ എന്തുകൊണ്ട് പോലീസിന്റെ കണ്ണിൽ പെടുന്നില്ല? ഒറ്റവാക്കിൽ ഉത്തരമുണ്ട് എങ്കിലും അത് നിഷ്കളങ്കമായി കരുതാൻ കഴിയില്ല. പോലീസിന് അങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ കേരള പോലീസിന് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പ്രത്യേകിച്ച് സമൂഹ മാധ്യമത്തിൽ ദിവസവും അപ്ഡേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളെ കണ്ടെത്താൻ കേരളത്തിലെ പോലീസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നില്ല. പോലീസ് അതിന് തയ്യാറാകുന്നില്ല എന്നിടത്താണ് ഈ സംശയങ്ങൾ ഉയരുന്നത്.
പാർട്ടി ഇടപെട്ട ഒരു കേസാണ്. രണ്ടുപേരും പാർട്ടിയുമായി അടുപ്പമുള്ള കുടുംബങ്ങളാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരു പാർട്ടിക്കെതിരെ ഒരു പരാതി അടക്കം ഒരു മാധ്യമത്തിൽ വന്ന നമ്മളോട് സംസാരിക്കുന്ന അടക്കം അവരുടെ ഒരു ഗതികേടിന്റെ അങ്ങേ അറ്റം എത്തിയത് കൊണ്ടാണ് CPM-ന്റെ പ്രാദേശിക നേതൃത്വം ഇതിനെ പൂർണ്ണമായും അവഗണിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തി. CPM ഇടപെട്ട ശേഷവും ഇവരുടെ സ്വർണ്ണമടക്കമുള്ളവ തിരിച്ചു കൊടുക്കാൻ പോലും തയ്യാറാകുന്നില്ല. രണ്ടാം പ്രതിയായ മേരി രാജേന്ദ്രൻ CPM-ന്റെ LC മെമ്പറായി ഇപ്പോഴും അവിടെ പ്രവർത്തിക്കുകയാണ്. യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ പ്രവർത്തിക്കുകയാണ്. അവർക്ക് ഈ തട്ടിപ്പിനെ കുറിച്ചൊന്നും അറിയില്ല എന്നാണ് അവർ പാർട്ടിയോട് വിശദീകരിച്ചിരിക്കുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് അവരുടെ കൂടി ബന്ധുവിനൊപ്പമാണ് ഈ സുമേഷ് ഇപ്പോൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. ഏറ്റവും ചെറിയ ആവശ്യങ്ങൾ തന്നെയാണ് ഈ ഇരയായ പെൺകുട്ടി പോലും ആ കുടുംബത്തിന് മുന്നിൽ വെച്ചിരുന്നത്. തങ്ങളുടെ പണമടക്കം വാങ്ങിയത് തിരിച്ചു നൽകണം എന്നുള്ള ആവശ്യം മാത്രമാണ് മുന്നോട്ട് വെച്ചത്. പക്ഷെ അതിനൊന്നും തയ്യാറാകാതെ സുമേഷ് ഒരു വശത്ത് സുഖമായി ജീവിക്കുന്നു. ഫേസ്ബുക്കിൽ CPM അനുകൂല പോസ്റ്റുമായി പ്രചരിക്കുന്നു. പക്ഷെ അയാളെ കണ്ടെത്താനാകുന്നില്ലെന്ന് പോലീസ് പറയുന്നു. ഇപ്പുറത്ത് ഒരു പെൺകുട്ടിയുടെ ജീവിതം ഏതാണ്ട് പൂർണ്ണമായും വഴിയാധാരമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഒരു ഭാഗത്ത് ഇടപെട്ട CPM ഈ പെൺകുട്ടിക്ക് സംരക്ഷണത്തിന് വേണ്ടി നടപടിയൊന്നും സ്വീകരിക്കുന്നില്ല. ഫലത്തിൽ ആകെത്തുക എടുത്തു നോക്കിയാൽ അത് എന്ന് തന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. പാമ്പാടിയിലെ പ്രാദേശിക നേതാക്കളൊക്കെ ഇടപെട്ട് ആണ് ഈ പെൺകുട്ടിയുമായി ചർച്ചയടക്കം നടത്തിയിരുന്നത്. പക്ഷെ അതിനുശേഷവും യാതൊരു നടപടിയും സ്വാഭാവികമായും FIR ഇട്ട് ഗുരുതര വകുപ്പുകൾ കോടതി നിർദ്ദേശിച്ച ശേഷം പോലീസ് FIR ഇട്ടൊരു കേസാണ്. അതിൽ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ കുടുംബം നമ്മളോട് ചോദിക്കുന്നത്. അറസ്റ്റ് ചെയ്യാനാണോ എന്നറിയില്ല. എന്തായാലും വീട്ടിലേക്ക് തിരക്കിപ്പോയിരുന്നു 2 ആഴ്ച മുൻപ്. പക്ഷെ എന്നിട്ടും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. അയാൾ ഫേസ്ബുക്ക് പോസ്റ്റുമായി സജീവമാണ്. അയാൾ മറ്റൊരു കുടുംബത്തിനൊപ്പം ജീവിക്കുന്നു. ഇതെല്ലാം മറച്ചു വെച്ച് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചത് എന്തിന് എന്ന ചോദ്യവും അവിടെ ഞാൻ മടങ്ങി വരാം. ഇപ്പോൾ യുവതിയുടെ സഹോദരി ഭർത്താവ് രമേശ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രമേശ്, താങ്കളായിരുന്നോ ഭാര്യയെ കൂട്ടി ഈ തട്ടിപ്പുകാരനെന്ന് ആരോപിക്കപ്പെടുന്ന ആളുടെ അടുത്തേക്ക് പോയതും അത് കണ്ടുപിടിച്ചതും? അതെ 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 ഞങ്ങളായിരുന്നു. കാരണം അവരുടെ ഒരു ബന്ധുവും അതുപോലെ തന്നെ നമ്മുടെ ഒരു ബന്ധത്തിലുള്ള ഒരു സുഹൃത്തും ഇതുപോലെ ഒരു സംശയം ഇങ്ങനെ ഒരു കുറച്ച് മാസം മുമ്പ് നമ്മോട് പങ്കുവച്ചായിരുന്നു. അതിനനുസരിച്ച് ഞങ്ങൾ ഇദ്ദേഹത്തെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ആണ് നമ്മൾ അവിടുത്തെ ഈ വടവാതൂരിൽ നിന്ന് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള പാർട്ടി ഈ ഭാരവാഹികളുമായിട്ട് അവിടുത്തെ മെമ്പറുമായിട്ട് നമ്മൾ രാത്രി അവിടെ ചെല്ലുമ്പോഴാണ് നമുക്ക് അതുവരെ ആ നിമിഷം വരെ നമുക്കൊരു വിശ്വാസവും ഇല്ലായിരുന്നു ഇങ്ങനെ സംഭവിച്ചെന്ന്. ഇത് കെട്ടുകഥയായിരിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിച്ചത്. പക്ഷെങ്കിൽ അവിടെ ശേഷം നമ്മള് ഡോറ് തുറന്ന് പുറത്തേക്ക് വരുന്ന ഒരു നിറവേറുമായിട്ടുള്ള സ്ത്രീയാണ്. അപ്പോൾ ഇദ്ദേഹം തൊട്ടപ്പുറത്ത് കുളി കഴിഞ്ഞ് അകത്തോട്ട് കയറി വരുന്ന ഞങ്ങൾ മാറി നിൽക്കുകയായിരുന്നു. ഈ പാർട്ടി പ്രവർത്തകരാണ് ഇവനെ കണ്ടത്. ഇവനോട് ചോദ്യം ചെയ്യുമ്പോഴാണ് ഇവന് ഇപ്പൊ കാര്യങ്ങൾ പറയുന്നത്. ഇതുപോലെ ഇതാരാണ് ചോദിച്ചപ്പോ നീ വിവാഹം കഴിച്ചല്ലേ ആണ്, ഇതാരാണ് എന്റെ ഭാര്യയാണെന്ന് സംസാരിക്കുന്നതൊക്കെ. അങ്ങനെയാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത്. അത് നമ്മുടെ അനിയത്തിക്ക് അത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. അത് കാരണം നമ്മളത് പല പ്രാവശ്യം ഇങ്ങനെ സൂചന നൽകിയിരുന്നു ഇങ്ങനൊരു ഇതുണ്ട് എന്നുള്ള രീതിയിൽ. കാരണം അവളൊരു ഭയങ്കര വൈകാരികമായിട്ട് ഈ പ്രതികരിക്കുന്ന ഒരാളാണ്. വൈകാരികം മീൻസ് ഭയങ്കര ചെറിയ കാര്യത്തിന് പോലും വളരെ വേദനിക്കുന്ന ഒരാളാണ്. ഇങ്ങനെ അത് കേട്ട് കഴിഞ്ഞാൽ എങ്ങനെ അത് സ്വീകരിക്കുമെന്ന് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരിട്ട് പോയി ഇത് ബോധ്യപ്പെടുന്നത്. അങ്ങനെയാണ് അതിലേക്ക് ഞങ്ങൾ എത്തുന്നത്. ശരി, ഈ സംശയം തോന്നി തുടങ്ങിയത് എപ്പോഴാണ്? സംശയം തോന്നി ഒരു വിവാഹം കഴിഞ്ഞ ഒരു 3 മാസത്തിന് ശേഷം ഇദ്ദേഹം ഇവരുമായിട്ട് അനിയത്തിയുമായിട്ട് അധികം ഇടപെടാതായി. പിന്നെ പലപ്പോഴും വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ചോദിക്കുമ്പോൾ കൊറോണയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ നഷ്ടപ്പെട്ടു, തൊഴിൽ അന്വേഷിച്ച് പോവുകയാണെന്നൊക്കെയാണ് നമ്മൾ അറിയുന്നത്. പക്ഷെങ്കിൽ നമ്മളിത് കണ്ടെത്തുന്നത് ഫെബ്രുവരിയിൽ കണ്ടെത്തുന്നു. അതിന്റെ 2 മാസം മുമ്പ് ഡിസംബറിൽ ഇവരുടെ വെഡിങ് ആനിവേഴ്സറിയായിരുന്നു. അന്ന് പോലും അനിയത്തിയായിട്ട് സംസാരിക്കാനോ വിളിക്കാനോ ഒന്നും താല്പര്യം കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഫെബ്രുവരിയിൽ നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ കണ്ടെങ്കിൽ വിവാഹം ഡിസംബറിൽ 1 വർഷം തികയുന്നെങ്കിൽ 7 മാസം പ്രഗ്നന്റ് ആയ ഒരു പെൺകുട്ടിയാണ് നമ്മൾ അവിടെ കാണുന്നത്. ശരി, ശ്രീ രമേശ്, ഈ പോലീസുമായി നിങ്ങൾ
ഒരു തരത്തിലും നടപടി ഉണ്ടാകാത്ത സമയത്ത് നിരന്തരം ഇടപെടുന്നുണ്ടാകുമല്ലോ, അവരെന്താണ് പറയുന്നത്? അവരുടെ ഭാഗത്തുനിന്ന് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു പ്രതികരണമാണ്. നമ്മൾ പല പ്രാവശ്യം അന്വേഷിക്കുകയും 2 പ്രാവശ്യം കൊണ്ട് പോലീസ് സൂപ്രണ്ടിന് പരാതി കൊടുത്തു, പാമ്പാടി സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അപ്പോഴെല്ലാം വളരെ നിരുത്തരവാദിത്തപരമായിട്ടുള്ള ഒരു സമീപനമാണ് പോലീസിന്റെ ഭാഗത്ത്. നിങ്ങൾ കോടതിയിൽ പോയ ശേഷമാണ് കേസെടുത്തത് അല്ലേ? അതെ. അതിനു മുമ്പ് നമ്മള് കേസ് കൊടുത്തിരുന്നു. പക്ഷെ CMB ഫയൽ ചെയ്യുന്നത് മാർച്ച് 22-നാണ്. അതിനുശേഷം ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ 3 മാസമായിട്ട് നമ്മളെ ഒന്ന് വിളിച്ച് നമ്മളെന്ന് സംസാരിപ്പിക്കാനോ അല്ലെങ്കിൽ എന്താണ് കേസിന്റെ പുരോഗതി എന്താണെന്ന് സംസാരിക്കാനോ പോലും പോലീസിന്റെ ഇടയ്ക്ക് ഒരു ദിവസം നമ്മളെ വിളിച്ച് ചോദിക്കുകയാണ്, ഇദ്ദേഹത്തിന്റെ വീട് എവിടെയാണ്, ഇദ്ദേഹത്തെ കുറിച്ച് വല്ല വിവരമുണ്ടോ? ഞങ്ങൾ അപ്പോൾ ഒരു ഇത് അന്വേഷിക്കുന്ന കാരണം ഇത്രയും ലോക്കലായിട്ടുള്ള ഒരാള് ദിവസവും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും അതുപോലെ ഇവരെ തട്ടിപ്പ് നമ്മൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതിന്റെ പിറ്റേ ദിവസം ഇദ്ദേഹം ഇട്ടേക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമത്തിന്റെയും ലൈംഗിക ഇതിനെതിരെയുള്ള പോസ്റ്റുകളാണ്. ഒരു ദിവസം 10ഉം 15ഉം പോസ്റ്റുകളാണ് ഇദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഇടുന്നത്. ശരി, ശ്രീ രമേശ്, ഈ പാർട്ടി നേതാക്കളുമായി ഈ അടുത്തിടെയും നിങ്ങൾ സംസാരിച്ചുവോ? അവർ എന്ത് പ്രതികരണമാണ് നൽകുന്നത്? പാർട്ടി ഓഫീസിൽ നമ്മൾ ഒരു കൂടിക്കാഴ്ചക്ക് പോയിരുന്നു. അതൊരു വിശദീകരണമായിട്ട് അവർ വിളിച്ചിട്ടാണോ പോയത്? അതെ. നമ്മള് ഇതുപോലെ ഒരു വിഷയം ഉണ്ടായി, ഇടപെടണം എന്ന് ആവശ്യപ്പെടുകയും അവർ വിളിക്കുകയെല്ലാം ചെയ്തു. അവരുടെ ഭാഗത്തുനിന്നും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനം ഉണ്ടായി. അപ്പം നമുക്ക് നല്ലൊരു എന്താ പറയുന്ന ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് നമ്മൾ അവിടെ ചെല്ലുന്നത്. അവിടെ ചെന്ന് നമുക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലും അവിടെ ചർച്ച ഉണ്ടായില്ല. അത് ഞങ്ങളെന്തായാലും കേസ് കൊടുക്കും എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെ ആയിരുന്നു. ശരി, ശ്രീ രമേശൻ, ഞാൻ മടങ്ങി വരാം. ഇപ്പോൾ ജോസി സെബാസ്റ്റ്യൻ, KPCC ജനറൽ സെക്രട്ടറി, ഒപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോസി സെബാസ്റ്റ്യൻ, ഈ വാർത്ത അറിഞ്ഞിട്ടില്ലെങ്കിൽ വിവാഹ തട്ടിപ്പ് പരാതിയിലെ അന്വേഷണം CPM ഇടപെട്ട് അട്ടിമറിച്ചു എന്ന് ആരോപണം വരുന്നു. മീനടം സ്വദേശിനിയായ യുവതിയാണ് വരുന്നത്. അവിടെ മീനടം ലോക്കൽ കമ്മിറ്റി അംഗമായ മേരി രവീന്ദ്രൻ്റെ മകൻ സുമേഷാണ് വിവാഹ തട്ടിപ്പ് നടത്തിയത് എന്ന് പറയുന്നു. ഈ കുടുംബം സംശയം തോന്നി അയാളിലേക്ക് നിരീക്ഷിച്ചെത്തുന്നു. അവിടെ അയാൾക്ക് ഗർഭിണിയായ ഒരു ഭാര്യ ഉണ്ട് എന്ന് കണ്ടെത്തുന്നു. എന്നിട്ട് പാർട്ടി ഇടപെടുന്നു. ആദ്യം പരാതി കൊടുത്തിട്ട് കേസെടുക്കാൻ പോലും തയ്യാറായില്ല. അവസാനം കോടതിയിൽ പോയാണ് അവർ കേസെടുക്കണം എന്ന നിർദ്ദേശത്തിലേക്ക് എത്തിയത്. എന്നിട്ട് ഇതുവരെയും അതിലൊരു നടപടി ഉണ്ടാകുന്നില്ല. ഈ സുമേഷ് എന്ന തട്ടിപ്പുകാരനെന്ന് ആരോപിക്കപ്പെടുന്ന യുവാവാകട്ടെ ദിവസവും സ്ത്രീപക്ഷ പോസ്റ്റുകളുമായടക്കം സജീവമാണ് ഫേസ്ബുക്കിലും വാട്സാപ്പിലുമൊക്കെ. എന്നിട്ടും പോലീസ് നടപടിയെടുക്കുന്നില്ല. ഇതാണ് വാർത്ത. ഹലോ, ശ്രീ ജോസഫ്, ഞാൻ പറഞ്ഞത് കേട്ടായിരുന്നു. ഈ മീനടം സ്വദേശി സുമേഷ് നടത്തിയ വിവാഹ തട്ടിപ്പുമായിട്ടുള്ള വാർത്ത യഥാർത്ഥത്തിൽ ന്യൂസ് 18-നുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇതിന്റെ വിശദ രൂപങ്ങൾ അറിഞ്ഞത്. സംഘടനാ തലത്തിൽ നമ്മുടെ ചില ആളുകൾ രാവിലെ വിളിച്ച് ഇതിനെക്കുറിച്ച് പറഞ്ഞെങ്കിലും അതിന്റെ ഗൗരവാവസ്ഥ നമ്മുടെ കേരളീയ സമൂഹം ഏറ്റെടുക്കണം എന്നുള്ളതാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. കാരണം നമ്മുടെ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളുകളുടെ കുടുംബത്തിൽ നിന്ന് ഈ തരത്തിലുള്ള പെരുമാറ്റമുണ്ടായാൽ അതൊരു പെൺകുട്ടിക്ക് നീതി നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യം ഒരിക്കലും കേരളത്തിൽ അത് അനുവദനീയമല്ല. സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരുപാട് വിഷയങ്ങളിൽ സ്ത്രീവിരുദ്ധ നിലപാടുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് സംഘടന തന്നെ നേരിട്ട് CPM തന്നെ നേരിട്ട് ഈ സുമേഷ് എന്ന പ്രതിക്ക് ആവശ്യമായ സംരക്ഷണം കൊടുക്കുന്നു എന്ന് കേൾക്കുന്നത് വളരെ വേദനാജനകമാണ്, പ്രതിഷേധജനകമാണ്. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള നടപടികൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ മാതൃകാപരമായ ശിക്ഷ, ഈ വിവാഹ തട്ടിപ്പ് തുടങ്ങിയ കാര്യങ്ങൾ സമൂഹത്തിന്റെ മനസ്സാക്ഷിക്ക് നേരെ ഉയരുന്ന വലിയൊരു ചോദ്യചിഹ്നമാണ്. അതിന് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ ഇതിന് മാതൃകാപരമായ ശിക്ഷ കൊടുക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാരിന്റെ പാർട്ടി തന്നെ അതിന് സംരക്ഷണം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും വനിതാ മതിൽ പോലെയുള്ള വലിയ സ്ത്രീ വിമോചന ശബ്ദമുയർത്തിയ CPM യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യങ്ങൾ ഒളിച്ചുമാറി സ്ത്രീവിരുദ്ധ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്.
തീർച്ചയായിട്ടും പ്രതിയായ ആള് ശിക്ഷിക്കപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാവണം. ശ്രീ ജോസി സെബാസ്റ്റ്യൻ, നോക്കൂ, ഇതിൽ രാഷ്ട്രീയപരമായ ചിന്തയ്ക്കപ്പുറം മാനുഷികമായ ഒരു പ്രശ്നം കൂടിയാണല്ലോ ഇത്. ഈ പെൺകുട്ടിയുടെ, ഈ യുവതിയുടെ ആശങ്ക, ആ കുടുംബത്തിന്റെ ആശങ്ക രാഷ്ട്രീയത്തിനപ്പുറം നിന്ന് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? തീർച്ചയായിട്ടും ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് സാമൂഹിക പ്രതിബദ്ധത ഉണ്ടാവണം. അതിനേക്കാൾ ഉപരിയായി സമൂഹത്തിലെ തിന്മകൾക്കെതിരെ പോരാടാനുള്ള ഒരു ശക്തിയായ മനസ്സ് നമ്മുടെ പൊതുരംഗത്ത് നിൽക്കുന്ന പൊതുപ്രവർത്തകർക്ക് ഉണ്ടാവേണ്ടതാണ്. ഞാനിത് പ്രത്യേകം എടുത്തു പറയുന്നു. ഇവിടെ സൂചിക്കപ്പെട്ട ഈ സ്ത്രീ പക്ഷത്ത് നിന്നുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി പോസ്റ്റിങ്ങുകൾ നടത്തുകയും അതിനുവേണ്ടി സംസാരിക്കുകയും ചെയ്യുന്ന ആളുകളുടെ ഈ ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളെ കണ്ടെത്തി അവരെ സമൂഹ മധ്യത്തിൽ കൊണ്ടുവന്ന് നമ്മുടെ സമൂഹത്തിലെ ഈ തരത്തിലുള്ള തെറ്റായ പ്രവണതകൾ അവസാനിപ്പിക്കുന്നതിന് ഒരു സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകൻ എന്നല്ലെങ്കിൽ തീർച്ചയായും അതിന് മുൻപന്തിയിലുണ്ടാവും. അതുപോലെ തന്നെ ആ വീരടം പഞ്ചായത്ത് സമിതി ഉൾപ്പെടെയുള്ള ജനകീയ പഞ്ചായത്ത് സമിതിക്ക് മറ്റ് നേതൃത്വം കൊടുക്കുന്ന ജനകീയ നേതാക്കന്മാരെ അണിനിരത്തി അതിശക്തിയായ സംരക്ഷണ മതിൽ തീർക്കുവാൻ ഞങ്ങൾ തയ്യാറായി മുമ്പോട്ട് വരും. ശരി, സംരക്ഷണ മതിൽ തീർക്കും ആ പെൺകുട്ടിക്കും കുടുംബത്തിനും എന്ന് KPCC ജനറൽ സെക്രട്ടറി പറയുന്നു. യുവതിയുടെ സഹോദരി ഭർത്താവ് രമേശ് വീണ്ടും ചേരുന്നുണ്ട്. ശ്രീ രമേശ്, ഇനി എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? രമേശിലേക്ക് വരാം. ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, ഈ വിഷയത്തിൽ യുവതിയുടെ മാത്രം പ്രതികരണമല്ല, ആ കുടുംബത്തിൻ്റെ മാത്രം പ്രതികരണമല്ല, ഇത് വൈകിപ്പിക്കുന്ന പോലീസിൻ്റെയും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും പ്രതികരണം കൂടി കേൾക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകുമല്ലോ ശ്രീജിത്ത്. അവരെന്താണ് പറയുന്നത്? നമ്മൾ CPM-ന്റെ പ്രാദേശിക നേതൃത്വത്തിലെ ചിലരുമായി ഈ വിഷയം സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് പാർട്ടി വിഷയത്തിൽ ഇടപെട്ടു, പക്ഷേ ഈ സുമേഷിനെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ പാർട്ടി തയ്യാറായിട്ടില്ല. ഇതിൽ മേരി അറിഞ്ഞുകൊണ്ടാണ് ഈ ഒരു തട്ടിപ്പ് നടന്നതെന്നും അവർ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു നടപടിയിലേക്കൊന്നും മേരിക്കെതിരെ പോവാഞ്ഞത്. സുമേഷിനെതിരെ പോലീസിലെ എന്തെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദമൊന്നും ചെലുത്തിയിട്ടില്ല എന്നും CPM വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, ഇങ്ങനെ ഒരു ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി FIR ഇട്ട ഒരു കേസിൽ പോലീസ് ഈ പ്രതിയെ കണ്ടെത്താൻ പോലും കഴിയുന്നില്ല എന്ന് പറയുന്നിടത്താണ്, ദിവസവും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന ഒരാളെ കണ്ടെത്താൻ പോലും കഴിയുന്നില്ല എന്ന് ഇരയോട് പറയുന്ന ഒരു സ്ഥലത്താണ് ഇതിന്റെ ഗൗരവം നിൽക്കുന്നത്. ഒരുപക്ഷെ CPM ഇടപെട്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നേരിട്ട് പറയാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷേ ഈ സാഹചര്യങ്ങളെല്ലാം വെച്ച് നോക്കിയാൽ സ്വാഭാവികമായും അറസ്റ്റിലാകേണ്ട പൊതു രംഗത്ത് നിൽക്കുന്ന ഒരാളെ അറസ്റ്റ് പോലും ചെയ്യാൻ കഴിയുന്നില്ല. ഏതാണ്ട് ജാമ്യമില്ലാത്ത വകുപ്പുകൾ അടക്കം ചുമത്തിയ ഒരു കേസിൽ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പുറത്ത് ഈ പെൺകുട്ടിയുടെ സ്വർണ്ണമടക്കം വാങ്ങിയിട്ടുണ്ട്, അതുപോലും തിരികെ കൊടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുണ്ട്. അതായത് പൂർണ്ണമായും ഈ കുടുംബത്തെ ഏതാണ്ട് അവഗണിച്ച് നിർത്തുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. എന്തായാലും CPM പ്രാദേശിക നേതൃത്വം ഈ വിഷയത്തിൽ ഈ ഒരു പരസ്യ പ്രതികരണത്തിന് ഇനിയും തയ്യാറായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മൾ പ്രാദേശിക നേതാക്കളുടെ അടക്കം ഇതിനായി ശ്രമിച്ചിരുന്നു, ഫോൺ വഴി ശ്രമിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ അവർ പ്രതികരിച്ചിട്ടില്ല. എന്തായാലും ഈ വിഷയത്തിൽ തുടർ നടപടികൾ ഒരുപക്ഷെ ഉണ്ടായേക്കാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുകയാണ്. ഒരു ക്രൈമാണ് നടന്നത്. ആ ക്രൈമിൽ സ്വാഭാവികമായ പോലീസ് അന്വേഷണമാണ് ഈ കുടുംബം ആവശ്യപ്പെടുന്നത്. സ്വാഭാവിക നീതിയാണ് അവർ ആവശ്യപ്പെടുന്നത്. പാർട്ടിയിൽ നിന്നുള്ള നീതി എന്നുള്ളതിനപ്പുറത്തേക്ക് അത് ആദ്യഘട്ടത്തിൽ അവരും തേടിയിരുന്നു. കാരണം രണ്ടും ഏതാണ്ട് പാർട്ടിയോട് അടുപ്പമുള്ള കുടുംബങ്ങളാണ്, അവരും തേടിയിരുന്നു. പക്ഷെ അതൊന്നും നടക്കുന്നില്ല, പോലീസും ഒന്നും ചെയ്യുന്നില്ല എന്ന് വന്നതോടുകൂടിയാണ് ഒരു മാധ്യമ സ്ഥാപനത്തെ സമീപിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ് CPM കൂടി മനസ്സിലാക്കേണ്ടത്. ഇത് ആ കുടുംബം ഏതെങ്കിലും തരത്തിൽ CPM-നെ കരുവാരി തേക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമവും അവർ നടത്തുന്നില്ല. പക്ഷെ അവരുടേതായ ഭാഗത്ത് ഒരു പെൺകുട്ടി അവർ വിവാഹം കഴിച്ച് പ്രതീക്ഷയോടെ ജീവിതത്തിലേക്ക് പോകുന്നു, അവിടെ ഒരു വലിയ തട്ടിപ്പാണ് നടക്കുന്നത് എന്ന് അറിഞ്ഞിട്ടും ആ പാർട്ടി ഉൾപ്പെടെ ഈ വിഷയം അറിഞ്ഞിട്ടും പക്ഷെ അവിടെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് ഗുരുതരമായ ഒരു പ്രശ്നമാണ്. അവസാന ശ്രമം എന്ന നിലയിലാണ് ഒരു മാധ്യമ സ്ഥാപനത്തെ ന്യൂസ് 18 അവർ സമീപിക്കുന്നത്. ശ്രീജിത്ത് ആ വാർത്ത നൽകുന്നു. മറുവശത്ത് KPCC ജനറൽ സെക്രട്ടറി നമ്മളോട് പ്രതികരിച്ചത് ഈ യുവതിയുടെ ആശങ്കകൾക്ക് സംരക്ഷണ മതിൽ തീർക്കാൻ തയ്യാർ എന്നാണ്. ഒരുപക്ഷെ ഇനി ചില ഇടപെടലുകൾ ഉണ്ടാകേണ്ടി വരും. ഈ കുടുംബം ഇനി എന്ത് ചെയ്യാനാണ് പോകുന്നത്?
കുടുംബത്തെ സംബന്ധിച്ച ഒരു മൂന്നാം ഒരു ഓപ്ഷനിലേക്ക് കൂടിയാണ്, അതാണ് ഒരു മാധ്യമത്തിൽ കൂടി ഇത് പറയുക എന്നുള്ള നിലയിലേക്ക് അവർ എത്തിയത്. അതുകൊണ്ട് കൂടിയാണ് ഇനി എന്ത് ചെയ്യും എന്നുള്ളത് കോടതി സമീപിച്ച് ഉത്തരവ് കിട്ടിയ ഒരു അന്വേഷണമാണ്. ഇനി സ്വാഭാവികമായും CPM-ഉം പോലീസും എന്ത് ചെയ്യുന്നു എന്നുള്ളത് സ്വാഭാവികമായും ആ കുടുംബം പരിശോധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനനുസരിച്ചായിരിക്കും അവർ തുടർന്ന് തീരുമാനമെടുക്കുക. അത് എന്തെടുക്കും എന്നുള്ളത് നമുക്ക് കാത്തുനിന്ന് തന്നെ കാണേണ്ടി വരും. പക്ഷെ അവർ നീതി ആഗ്രഹിക്കുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞത് ഇത്രയും ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കോടതി നിർദ്ദേശപ്രകാരം കേസെടുക്കണമെന്ന് നിർദ്ദേശിച്ച ഒരു സംഭവത്തിൽ ഒന്നും ചെയ്യാത്ത പോലീസ് സംവിധാനം, പാമ്പാടി പോലീസിനെ അവർ സംശയത്തോടെ ഈ ഘട്ടത്തിലെങ്കിലും കാണുന്നു. ഏപ്രിൽ FIR ഇട്ട കേസാണ്, പക്ഷെ ഇതുവരെയും ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് ഗുരുതരമായ ഒരു കുറ്റമായി തന്നെ അവർ കാണുന്നു. സ്വാഭാവികമായി അവർ പോലീസ് നടപടി പ്രതീക്ഷിക്കുന്നുണ്ട്. അവരിൽ നിന്നും ഇവർ എടുത്ത സ്വർണം അത് ഒരുപാടൊന്നുമില്ല, 3 പവന്റെ സ്വർണം ഉണ്ട്, ഏതാണ്ട് 2 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട്. അതെല്ലാം തിരികെ വേണമെന്നും ആ കുടുംബം ആഗ്രഹിക്കുന്നുണ്ട്. സ്വാഭാവികമായും അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഒരു പക്ഷേ കോടതിയെ വീണ്ടും ഈ കേസ് അന്വേഷണം ചൂണ്ടിക്കാട്ടി എത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷെ അവർ പോലീസിൽ നിന്ന് തന്നെ തുടർ നടപടി പ്രതീക്ഷിക്കുകയാണ്. ഈ വാർത്തയിലൂടെയെങ്കിലും പോലീസിന്റെ കണ്ണു തുറക്കും, പാർട്ടി നേതൃത്വത്തിന്റെ കണ്ണു തുറക്കും എന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ന്യൂസ് 18നെ സമീപിക്കുകയും ചെയ്തത്. ശരി, വിവാഹ തട്ടിപ്പ് പരാതിയിലെ അന്വേഷണം CPM ഇടപെട്ട് അട്ടിമറിച്ചെന്ന ആരോപണം. കോട്ടയം മീനിടത്തുള്ള യുവതിയാണ് പരാതിയുമായി രംഗത്ത് വന്നത്. മീനിടം ലോക്കൽ കമ്മിറ്റി അംഗം മേരി രവീന്ദ്രൻ്റെ മകൻ സുമേഷാണ് തട്ടിപ്പ് നടത്തിയെന്നാണ് പരാതി. ഈ സുമേഷ് നിരന്തരം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്ന, ഇടപെട്ട് നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ ഇനിയും പോലീസ് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ തയ്യാറായിട്ടില്ല. കോടതി നിർദ്ദേശിച്ചിട്ട് പോലും അതിന് തയ്യാറായിട്ടില്ല. FIR ഇട്ടത് 2-2.5 മാസങ്ങൾക്ക് മുൻപാണ്. ഇനിയും നടപടിയൊന്നുമില്ല. പ്രതികരിക്കുകയായിരുന്നു യുവതിയുടെ സഹോദരി ഭർത്താവ് രമേശ്, KPCC ജനറൽ സെക്രട്ടറി ജോസി സെബാസ്റ്റ്യൻ. ഇതിനിടയിൽ ഞങ്ങൾ CPM ഏരിയ കമ്മിറ്റി അംഗം KN വിശ്വനാഥിനെയും വിളിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ഈ വിഷയത്തിൽ തൽക്കാലം പ്രതികരിക്കില്ല എന്നാണ് പറഞ്ഞത്. ശ്രീജിത്തായിരുന്നു കൂടുതൽ വിവരങ്ങൾ കോട്ടയത്ത് നിന്ന് നൽകിയത്.